കോട്ടയത്തൊരു പൊതുവേദിയിൽ കൊമ്പ് കോർത്ത MLA-യും മുൻ MLA-യും പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും മുൻ MLA PC ജോർജും തമ്മിലാണ് ഒരു വാക്പോരുണ്ടായത്. ജനറൽ സെക്രട്ടറി ക്ലബിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ദയവ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകളാണെങ്കിൽ പ്രശ്നം ഉണ്ടാകാനിടയില്ലല്ലോ. എനിക്ക് സൗകര്യമുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പറയരുത്. എനിക്ക് സൗകര്യമുള്ളതാണ് ഞാൻ പറയുന്നത്. എനിക്ക് അത് പറഞ്ഞാൽ മതി. അത് പറയേണ്ടത് അവിടെ ഉള്ള തസ്തികയേക്കാൾ അധികം ഒരു തസ്തിക വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് സാങ്ഷൻ വേണം. അതിനാണ് നിവേദനം കൊടുത്തത്. അത് വിമർശിക്കാൻ നമുക്ക് വേറെ വികസന വേദി ഉണ്ടാക്കാം. ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനം, ഇവർ അതിന്റെ കാര്യം പറഞ്ഞു പോകും കേട്ടോ. അത്യുഗ്രൻ സാർ, സൂപ്പർ സാർ, സൂപ്പർ സാർ. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. എല്ലാവർക്കും വർത്താനം പറയുന്നത് ഇവിടെ എനിക്ക് ആവശ്യമുണ്ട്. പൂഞ്ഞാറ് ഗവൺമെന്റ് ആശുപത്രി 2 ഡോക്ടർമാരെ കിട്ടിയപ്പോഴാന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നേ. അത് തന്നോടുള്ളത് പിന്നെ വേറെ ആരോടാ പറയുന്നത് ഞാൻ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അത് പഞ്ചായത്തിന്റെ കീഴിലല്ല, അത് വേണം ചെയ്യാനല്ലോ. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും ലൈസൻസ് ഇല്ലെങ്കിൽ പിന്നെ വർത്താനം പറയുന്നു. ഒരു MLA-യോട് നിവേദനം നടത്താൻ ഇതുപോലെ അവസരങ്ങളെ കിട്ടുള്ളൂ, കൈ കിട്ടണ്ടേ? അതുകൊണ്ടാണ് പറയാതിരിക്കാൻ പറ്റും. എല്ലാവർക്കും വർത്താനം പറയുന്നത് ഇവിടെ എനിക്ക് ആവശ്യമുണ്ട്. പൂഞ്ഞാറ് ഗവൺമെന്റ് ആശുപത്രി 2 ഡോക്ടർമാരെ കിട്ടിയപ്പോഴാന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നേ. എന്തായാലും നമുക്ക് സമാധാനപരമായി കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തൊരു സമാധാനം! ആ കാട്ടുകള്ളനെ സെക്രട്ടറി ആക്കരുതെന്ന് ഞാൻ 1000 തവണ പറഞ്ഞ കേട്ടില്ല, അനുഭവിച്ചോ?